കരാർ പണികൾ ഉപേക്ഷിക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ടാർ ഉൾപ്പെടെയുള്ള അസംസ്കൃത നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായി വില വർധനവ് വന്ന സാഹചര്യത്തിലാണ് കരാർ പണികൾ ഉപേക്ഷിക്കുന്നത്. കാർഷിക വൃത്തിക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുമ്പോൾ കരാർ മേഖലയ്ക്കും ഫണ്ടുകൾ അനുവദിക്കണമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി തേവരമുറിയും വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണനും പറഞ്ഞു. സർക്കാരിന് നികുതി ഇനത്തിൽ വരുമാനം നൽകുകയും സാധാരണ ജനങ്ങൾക്ക് പൊതുനിരത്തിൽ കൂടി യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് വലിയ ആശങ്കയിലാണ്. അവർ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ച് മറ്റു മേഖലയിലേക്കൊക്കെ താല്പര്യപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ഇതിൻ്റെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ തോമസ് കുട്ടി തേവരമുറിയിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ. അതായത് നിർമ്മാണ മേഖല ആകെ വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളെ സംഘടനകളോ യാതൊരു സമര ആഹ്വാനവും ചെയ്യത്തില്ല. കരാറുകാർ പണി ചെയ്യാൻ കഴിവുള്ള കരാറുകാർ പണി ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം ഇവിടെ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക്, അതായത് ടാർ ഉൽപ്പന്നങ്ങൾക്ക് വില ഏതാണ്ട് 100% മേലെ ഉയർന്നിരിക്കുകയാണ്. ഏതാണ്ട് 45 രൂപയ്ക്ക് കിട്ടുന്ന ടാറിന് ഇന്ന് 97 രൂപ വിലയായിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു പണി ഒരു കരാറുകാരനെ എടുത്താൽ അതിൻ്റെ അകത്ത് 4 ലക്ഷം രൂപയുടെ ടാറാണുള്ളത്. ആ ടാറ് 4 ലക്ഷം രൂപയുടെ ടാറ് ഇന്ന് നമ്മൾ റിഫൈനറിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് 8 ലക്ഷം രൂപ ചിലവും. ആ 8 ലക്ഷം ബാക്കി പണികൾ മൊത്തം 2 ലക്ഷം രൂപ കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു കരാറുകാരനെ കൊണ്ടും സാധിക്കത്തില്ല. അപ്പോൾ ആരും പണി ഏറ്റെടുക്കത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു ഗവൺമെന്റിന്റെ മുഖച്ഛായ ആ സംസ്ഥാനത്തെ റോഡുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റോഡുകൾ മോശമായാൽ ഈ ഗവൺമെന്റിന്റെ മുഖച്ഛായ മാറും. അപ്പോൾ പണികൾ എടുത്തില്ലെങ്കിൽ ഗവൺമെൻറ് മുഖച്ഛായ മാറും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഗവൺമെൻറ് അതിന് വേണ്ട നടപടി എടുക്കണം. അതായത് ഞങ്ങളുടെ എഗ്രിമെൻറ്റിൽ വില വ്യതിയാന വ്യവസ്ഥ ഉണ്ടാകണം. കമ്പോളത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായ വിലക്കയറ്റത്തിന് അതിനെ താങ്ങുവാനുള്ള ഒരു സംവിധാനം ഈ എസ്റ്റിമേറ്റുകളിൽ അല്ലെ ഞങ്ങളുടെ എഗ്രിമെൻറ്റുകളിൽ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അതിഥി തൊഴിലാളികളെ കൊണ്ടാണ് നമ്മൾ ഈ സംസ്ഥാനത്തെ ജോലികൾ ചെയ്യിക്കുന്നത്. എന്നാൽ അവർ കൂട്ടമായിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ച് അവർക്ക് വരുവാൻ വേണ്ടി ആവശ്യമായ ട്രെയിനുകളില്ല എന്നുള്ളതാണ് ഒരു സത്യം. പല അതിഥി തൊഴിലാളികൾ ഞങ്ങളെ ടെലിഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, അവർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ ഈ രാജ്യത്തെ വികസന പ്രവർത്തനം നടത്തുക, നിർമ്മാണ മേഖല ഉദ്ധരിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് അടിയന്തരമായിട്ട് അവർക്ക് വരുവാൻ വേണ്ടി 2 സ്പെഷ്യൽ ട്രെയിനുകൾ ക്രമീകരിച്ച് അതിഥി തൊഴിലാളിയുടെ എത്തിക്കുവാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ നമ്മളെ സർക്കാരുകളെയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സർക്കാരുകളെയോ കുറ്റപ്പെടുത്തി പറയല്ല, ഈ വൻകിട ഈ കമ്പനികൾക്ക്, അതായത് ഉദാഹരണമായി ഊരാളെങ്കിൽ പോലെയുള്ള സൊസൈറ്റികൾക്ക് നിർമ്മാണങ്ങൾ മൊത്തത്തിൽ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഈ ചെറുകിട കോൺട്രാക്ടുകാർമാർ പുറന്തള്ളിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ. ഈ സൊസൈറ്റികളെ കുറിച്ച് പറയുമ്പോൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, മലയാളത്തിൽ പറഞ്ഞാൽ കൂലിത്തൊഴിലാളികളുടെ സഹകരണ സംഘം. തൊഴിലാളികൾ ഒരു സഹകരണ സംഘം ഉണ്ടാക്കുന്നു, ആ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു, ആ തൊഴിലാളികൾക്ക് ആ ചെയ്ത ജോലിയുടെ കൂലി സർക്കാർ കൊടുക്കുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ഘടകങ്ങൾ ആ എഗ്രിമെൻറ്റിനകത്തുണ്ട്. അതിന് ഞങ്ങളാരും എതിരല്ല. എന്നാൽ വൻകിട മെഷീനറികളിട്ട് ചെയ്യുക, അതിഥി തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുക, അതിനെ ഞങ്ങൾ എതിർക്കും. അതായത് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് നിയമത്തിനെ അത് എങ്ങനെ വിഭാവനം ചെയ്തോ, ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പണികളെടുക്കുമ്പോൾ അതിൻ്റെ എങ്ങനെ ഗവൺമെൻറ് വിഭാവനം ചെയ്തോ ആ വിഭാവനം ചെയ്ത രീതിയിൽ അത് നടക്കണം. അല്ലാതെ അതിഥി തൊഴിലാളികളുടെ പണി ചെയ്യിക്കുകയും വൻകിട മെഷീനുകളോട് ഉപയോഗിക്കുകയും ചെയ്യാൻ അവരെ നിയമം അനുവദിക്കുന്നില്ല. അതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറി കൂലിത്തൊഴിലാളികളുടെ സഹകരണ സംഘത്തിന് അതിൻ്റേതായ രീതിയിൽ അത് കൊണ്ടുപോകണം. അവർക്ക് ഒത്തിരിയേറെ ആനുകൂല്യങ്ങളാണ്. ഞങ്ങൾ പണിയെടുക്കുന്ന, ഞങ്ങളെ കയ്യിലെ കാശ് മുടക്കി പണി ചെയ്യുന്ന കരാറുകാരായ സ്വദേശികളായ കരാറുകാർക്കില്ലാത്ത ഒത്തിരി ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. അതൊന്നും പാടില്ല.
എന്നാണ് ഞങ്ങൾ വിടുന്നത്. അതുപോലെ വൻകിട പണികൾ അവർക്ക് കൊടുത്താൽ അവർ വിദേശത്ത് മറ്റ് അന്യ സംസ്ഥാനത്ത് ജോലിക്കാരെ കൊണ്ടുവന്ന് അവരടിച്ച് തീർക്കും. പക്ഷെങ്കിൽ ഇവിടുത്തെ മണ്ണിൽ ഇവിടുത്തെ വായു ശ്വസിച്ച് ഇവിടുത്തെ വെള്ളം കുടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങളായ സ്വദേശീയ കരാറുകാർ ഈ മേഖല വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഇവിടുത്തെ സ്വദേശികളായ കരാറുകാരെ സംരക്ഷിക്കുവാനുള്ള നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ആവശ്യപ്പെടുന്നു. കാർഷിക മേഖല പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്നു. 4% ഇൻട്രസ്റ്റിൽ അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്നു. വളരെ നല്ല കാര്യം. അതുപോലെ ഈ രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനം കയ്യിലെ കാശ് മുടക്കി നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്ന കരാറുകാർക്കും അതുപോലെ സബ്സിഡി നിരക്കിൽ ഗവൺമെന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മിനിമം ഇൻട്രസ്റ്റിൽ പണം തരുവാനുള്ള സാഹചര്യവും സംവിധാനം ഗവൺമെന്റ് നോക്കണം. അഗ്രിഗേറ്റിൽ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്ന അത് കരാറുകാരാണ്. അപ്പോൾ ആ കരാറുകാർക്ക് സബ്സിഡി നിരക്കിൽ ഈ അഗ്രിഗേറ്റർ ലോൺ പോലെ കൺസെഷൻ ലോൺ തരുവാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ മുഖ്യമന്ത്രിയോടൊക്കെ മറ്റൊക്കെ ഇതിന്റെയൊക്കെ ഈ നിവേദനമൊക്കെ കൊടുക്കുക എല്ലാം ചെയ്തല്ലോ. എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. ഈ ഗവൺമെന്റ് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. കരാറുകാരെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സർക്കാരിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ നമ്മളോട് പറയുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.